ഹലോ. ഇതെങ്ങോട്ടാ പോകാൻ ഇറങ്ങാ? ഓണൊക്കെ കഴിഞ്ഞോ? ഓണൊക്കെ കഴിഞ്ഞു. എന്നിട്ടാ എന്നാണ്ട്, എങ്ങനെയുണ്ട്? ഓണത്തിന് മാവേലി വന്നായിരുന്നു. ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. ഇപ്പം പോയതേ ഉള്ളോ? ഇപ്പം പോയതേ ഉള്ളൂ. അത് കൊള്ളാമല്ലോ. മാവേലി വന്നിട്ട് അതിനെ വൈകിയത് ചേച്ചിയുടെ അടുത്ത് കയറിയിരുന്നോ? എൻ്റെ അടുക്കൽ കയറിയായിരുന്നു. ഞാനൊരു ഗ്ലാസ് വെട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് കൊടുത്തു, കുടിച്ചിട്ട് ഇപ്പം അങ്ങ് പോയതേ ഉള്ളൂ. പുള്ളിക്ക് ട്രെയിനിന് പോകണം. നേരെ പാതാളത്തിലേക്കുള്ള ട്രെയിനായിരിക്കും അല്ലേ? അതെ. അത് കൊള്ളാം. വന്നിട്ട് പുള്ളിക്കാരന് ഇപ്രാവശ്യത്തെ ഓണത്തിന് വന്നിട്ട് വലിയൊരു തൃപ്തി ഒന്നും ആയിട്ടില്ല. ആണോ? അതെന്നാ പറ്റി? അതെന്നാ പറ്റിയെന്ന് ചോദിച്ചെന്നാൽ പുള്ളിക്കാരന് ഓരോ വീടുകളിലും പോയായിരുന്നു. വന്നപ്പോഴത്തേന് എല്ലാ വീടുകളിലും മക്കളും തന്തയും തള്ളയും എല്ലായിട്ട് അലമ്പും തമ്മിത്തല്ലും ഇതായിട്ട് ഒരു ഐക്യമത്യത്തോടു കൂടിയുള്ള ഒരു വീട്ടിൽ നിന്നും കാണാൻ സാധിച്ചിട്ടില്ല. അത് നേരാ. ഇപ്പം മകൻ അച്ഛനെ കൊല്ലുന്നു, അമ്മേനെ കൊല്ലുന്നു, അച്ഛൻ മകനെ കൊല്ലുന്നു അല്ലേ? പിന്നെ എന്നതാ കള്ളും കഞ്ചാവും, പിന്നെ വെറും കള്ളത്തരങ്ങളും ചതിയും അതേ ഉള്ളൂ. കണ്ടുള്ളൂ. കള്ളവുമില്ല ചതിയില്ല എന്നും പറഞ്ഞ് ഓണത്തിന് പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പൊ നേരെ തിരിഞ്ഞു പോയി. അതിൻ്റെതായ ഒരു മനപ്രയാസത്തിൽ പുള്ളിക്കാരൻ വന്നിട്ട് ഒരിടത്തും നിന്നുമില്ല. ആകെ സങ്കടത്തോടു കൂടിയാണ് പുള്ളി മടങ്ങി പോയി. ആകെ വന്നത് ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് മാത്രമാണ്. എനിക്ക് മാത്രം കയറി ഉള്ളാസ് കട്ടൻ ചായ കുടിച്ചു, എന്നിട്ട് ട്രെയിനിന് പോകാൻ പോയി. പക്ഷെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഒരു വലിയ ബുദ്ധിമുട്ടായിപ്പോയി. എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട്. ഞാൻ നിന്നെ വിളിച്ചേനെ, അന്നേരം പുള്ളിക്ക് പോകാൻ ധൃതിയായി. ട്രെയിനിന്റെ സമയം പോകും, അതുകൊണ്ട് പോയി. പെട്ടെന്ന് പോയി. സാരമില്ല, ഇനി അടുത്ത വർഷം കാണാം. അടുത്ത വർഷം